ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല റേഞ്ചുള്ള സ്ഥലത്തേക്ക് ഇരിക്കണം കേട്ടോ. നല്ല റേഞ്ചുള്ള സ്ഥലത്ത് ഇരുന്നാലേ കൃത്യമായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ SSLC ക്ലാസ് റൂം എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ആവുന്നത്. ഇതില് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്, ബേസ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ മലയാളം, സോഷ്യൽ സയൻസ്, അറബി, മാത്സ്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രാക്ടിക്കൽ, മാനുവൽ. പ്രാക്ടിക്കൽ എക്സാം രണ്ടുപേരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരാളും കൂടെ ഇല്ല ഇതില്? നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞതാണോ? മുഹമ്മദ് ഫാസിൽ. ആ ആ, ഓക്കെ ഓക്കെ. റെക്കോർഡൊക്കെ കൊണ്ടുപോയി നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്തല്ലോ അല്ലെ രണ്ടുപേരും? ആ ആ, ഓക്കെ ഓക്കെ. റെക്കോർഡ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് നമ്മൾ പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ ഫാസിൽ പറയൂ, എങ്ങനെയായിരുന്നു അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്? നമ്മൾ എഴുതി കൊണ്ടുപോയതെന്ന് ചോദിക്കായിരുന്നോ? എന്തായിരുന്നു അവിടുത്തെ ഒരു ഇത് എന്തായിരുന്നു ഒന്ന് പറയുമോ? ആ, അത് എഴുതിച്ചൊക്കെയല്ലേ ചെയ്തത് അവര്? ആ, അതായത് കൊണ്ടുപോയ റെക്കോർഡ് ബുക്കിൽ നോക്കി എഴുതാനാ പറഞ്ഞ്? ഓ, അത്രക്കും സിമ്പിൾ ആയിരുന്നു അല്ലേ? ഉഷയുടേത് എങ്ങനെയായിരുന്നു? ആ, ആൻസർ എഴുതാൻ പറ്റിയോ? ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ പറ്റിയോ? ഓക്കെ ഓക്കെ. ആ, ഓക്കെ, നോ പ്രോബ്ലം. ആ, ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. ഈ മുഹമ്മദ് അലി അല്ലേ ഇപ്പൊ വന്നിട്ടുള്ള ആള്? ഇപ്പൊ പുതുതായി ജോയിൻ ചെയ്തത് ആരാ? ഹലോ. ഞാൻ ചോദിക്കട്ടെ? അഹമ്മദ്. അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്ന വോയിസുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? വണ്ടിയിലാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഞാന് നിങ്ങളുടെ മൈക്കൊക്കെ മ്യൂട്ട് ആയിട്ടുണ്ട്. ആ, ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച പോലെ തന്നെ ഒരു സെന്ററിൽ നോക്കി എഴുതാൻ പറ്റി, അതുപോലെ മറ്റൊരു സെന്ററിൽ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടത്, മെയിൻ എക്സാമില് ഇത് നേരെ തിരിച്ചു ആവാം. മെയിൻ എക്സാമിലും ചിലപ്പോ ഇങ്ങനെ ഒരു 10 മിനിറ്റ്, മെയിൻ എക്സാമിലും ഇങ്ങനെ തിരിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. നല്ല ടീച്ചേഴ്സ് വരും, ചിലപ്പോ ആൻസർ വരെ പറഞ്ഞിട്ട് നല്ല ടീച്ചേഴ്സ് വരും. തിരിഞ്ഞു നോക്കാനും പോലും സമ്മതിക്കാത്ത കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവും.
അപ്പൊ ഏതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് എത്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ നമ്മൾ കൃത്യമായിട്ട് നല്ല സ്റ്റഡി ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് ഇപ്പൊ പ്രാക്ടിക്കൽ എക്സാം എഴുതിയതിൽ നിങ്ങൾ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ് ഔട്ട് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആൻസർ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവും. ഓക്കെ, 50% മാർക്ക് സിമ്പിൾ ആയിട്ട് ഇത് അറ്റൻഡ് ചെയ്താൽ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് NIRSന്റെ റൂള്. സാധാരണ അങ്ങനെ തന്നെ പോരാറുള്ളത്. പ്രത്യേകിച്ച് ഈ പെരിന്തൽമണ്ണ ആയിരിക്കും ഇത്ര സ്ട്രിക്റ്റ് ഉണ്ടായിരിക്കുക. ചെറുകര സെന്ററിൽ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് പൊതുവെ കൂടുതലാണ്. പക്ഷെ മാർക്ക് നല്ലവണ്ണം അവർ കൊടുക്കാറുണ്ട്. അങ്ങനെ മാർക്കിന്റെ വിഷയത്തിൽ അവർ സ്ട്രിക്റ്റ് കാണിക്കാറില്ല സാധാരണ. ഓക്കെ, ഇനി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി മെയിൻ എക്സാമിലോട്ടാണ് നാം പോകുന്നത്. നമ്മൾ പല ആളുകൾക്കും പലതും പഠിക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പഠനം തുടങ്ങിയിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എനിവേ നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ് ടൈം ടേബിൾ എല്ലാവരും നോക്കിയോ, കണ്ടോ? നമ്മളെ ഗ്രൂപ്പിൽ ഇന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ എക്സാം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോൾ ടിക്കറ്റ് ആയിട്ടില്ല. നമ്മുടെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം 29 അല്ലേ, എത്ര പറഞ്ഞു? ഈ മാസം 1 മിനിറ്റ്, ഞാൻ ആ PDF ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, SSLCയുടേത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അക്കൗണ്ടൻസി, ബിസിനസ്, ഹിന്ദി. നമുക്ക് ഫസ്റ്റ് വരുന്നത് മാത്സ് ആണ്. മാത്സ് ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മാത്സിന്റെ ഡേറ്റ് 4ആണ്, നവംബർ 4നാണ്, അടുത്ത മാസം 4നാണ്. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഹലോ. ആ അതെ. ഈ മാസമല്ല, അടുത്ത മാസം 4-ന്. അപ്പൊ ഈ മാസം, അപ്പൊ ഏകദേശം ഒരു മാസത്തിലധികം, ഒരു മാസവും ഇനി ഒരു 2 ദിവസം കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സാധാരണ അങ്ങനെയല്ല വരാറുള്ളത്. സാധാരണ ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്കിലൊക്കെ വരാറുണ്ട്. അതായത് ഒക്ടോബർ 9, 10, 11, 13 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം കുറച്ചും കൂടെ ടൈം ഡിലേ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കും ഒന്നും കൂടെ ഓപ്പർച്യൂണിറ്റി കൂടിയേക്കാണ് നല്ല രീതിയിൽ തന്നെ പാസ് ഔട്ട് ചെയ്യുക. ഇതുവരെ ഉള്ളത് നമ്മൾ ഒഴിവാക്കുക. ഇവിടുന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ മൊത്തത്തിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതിന് മുമ്പ് നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മുടെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒന്ന് മൊത്തത്തിൽ ഞാൻ പറയാം. നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് കാണുന്നില്ല നിങ്ങൾക്ക്? സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഫസ്റ്റ് നമ്മൾ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ക്ലാസ് 1 അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ക്ലാസ് 2 അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ക്ലാസ് 3 അതിന്റെ കാര്യങ്ങൾ, ക്ലാസ് 4 അതിന്റെ കാര്യങ്ങൾ. ക്ലാസ് 4ഉം കഴിഞ്ഞിട്ട് കുറച്ച് SSLC ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. പാർട്ട് 2ഉം കംപ്ലീറ്റ് ചെയ്യണം, പാർട്ട് 3യും കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെറും ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ മാത്രമല്ല അതിൽ പറയുന്നത്. നമ്മുടെ SSLC നമ്മുടെ ക്ലാസ് റൂമിൽ, അതായത് നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ച് കാര്യങ്ങൾ, അതിന്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ, സെന്റൻസ് ഉണ്ടാക്കാൻ, അതുപോലെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് റിവ്യൂ പാർട്ട് 1, 2 എന്ന് പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒരു ജസ്റ്റ് നോക്കാന്നല്ല, കൃത്യമായിട്ട് തന്നെ ക്ലാസ് കണ്ട് അതിന്റെ നോട്ടുകളൊക്കെ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ പാഠത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ വരുന്നത്, സെന്റൻസുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ആക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആക്കിയിട്ട് തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക. ഇത് മൂന്നും കൃത്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ?
ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് റിവ്യൂ 1, 2, 3 ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് എഴുതി പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ആ ഓക്കെ ഉണ്ടല്ലോ. ആ ഇല്ല 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 ഓക്കെ. അപ്പൊ ചെയ്യാത്തവര് നമ്മൾ ഇംഗ്ലീഷിൽ പാസ്സാവാൻ വേണ്ടി ഇനി നിങ്ങൾ പാഠങ്ങൾ പഠിക്കണം. ഇനി അഥവാ അത് പഠിച്ചിട്ടില്ല എങ്കിലും ഇത് മൂന്നും നിർബന്ധമായിട്ടും ഇത് ചെയ്യാൻ വേണ്ടി പറയാം. പാഠങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നിർബന്ധമായിട്ടും നമ്മൾ ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാരണം പാഠത്തിന്റെ പുറത്തുനിന്ന് കുറേ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ക്ലാസ് കാണുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അതിനുള്ള ആൻസർ പറയും. ഉഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ തരാം കേട്ടോ. കുറച്ച് തിരക്കിലായി പോയി, കാരണം ഇന്ന് +2ന്റെയും SSLC ക്ലാസ്സും അതുപോലെ നമ്മുടെ ടൈം ടേബിൾ വന്ന ടൈമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഡിലേ ആയത്. നിങ്ങൾക്കുള്ള ആൻസർ ഞാൻ തരും. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഒന്ന് ബാക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് കറക്റ്റ് ചാപ്റ്റേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലെസൺസ് 16 ലെസൺസ് കാണാം. ഈ 16 ലെസൺസ് നമ്പറുകൾ ഓർഡർ അല്ല, 1 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5, 8, 6, 9, 12, 13, 14, 16, 19, 22 ഇതിലുള്ള നമ്പറും അതിന്റെ കാണുന്ന പേരും അത് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു പേരും നമ്പറുള്ള ചാപ്റ്റേഴ്സ് 16 മാത്രമാണ് ഉള്ളത്. ഇതിൽ 1 to 27 വരെ ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്പറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ടോട്ടലി 16 ചാപ്റ്റർ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. മറ്റുള്ള ചാപ്റ്റേഴ്സ് ഏകദേശം 40% ചാപ്റ്റേഴ്സ് നമ്മുടെ TMA അസൈൻമെന്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ 16 ലെസൺസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ് ഔട്ട് ചെയ്യാം. ഈ 16 ചാപ്റ്ററിൽ തന്നെ ഏകദേശം കൂടുതൽ മാർക്കുകൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ വീഡിയോ ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ, അതായത് മറ്റേ നമ്മുടെ ബേസിക് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. എനിവേ അപ്പൊ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ജസ്റ്റ് ഇതിൽ കഥകൾ ഉണ്ടാവും, കവിതകൾ ഉണ്ടാവും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ആ കഥ, എന്താണ് ആ കവിത, അതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അതാണ് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത്. ഫുള്ള് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പഠിക്കാം. പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കഥ, കവിത എന്താണ് അതിൽ വന്നിട്ടുള്ളത്, കാരണം അതിൽ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. ഈ പ്രാക്ടിക്കൽ മാനുവൽ എന്നുള്ള ഏറ്റവും ലാസ്റ്റ് നമുക്ക് ക്ലാസ് റൂം ഓപ്പൺ ആക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ, ഈ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ആൻസറുകൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ മോഡൽ എക്സാം തുടങ്ങുകയാണല്ലോ. അപ്പൊ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എഴുതിയിട്ട് A4 എഴുതിയിട്ട് നമുക്ക് അയച്ചു തരണം. ഇതെല്ലാ ക്വസ്റ്റ്യൻസുകൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അങ്ങനെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റുകൾ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു പോരാം. അപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ അതാണ്. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിൽ പഠിക്കേണ്ട പാഠങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ ചെയ്യുക ഒന്നും ആവശ്യമില്ല. നമ്മൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ഗൈഡ് ബുക്സ് ഉണ്ടല്ലോ, ആ ഗൈഡ് ബുക്സ് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചാപ്റ്റേഴ്സ്. അതായത് എന്താണ് മീറ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ ചെറിയ ചെറിയ സിമ്പിൾ സംഭവങ്ങളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത് ഇതിൽ 19 ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ നമ്പറും അതിന്റെ പേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിക്കുക. തൊട്ട് താഴെ ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ പറയപ്പെട്ട ചാപ്റ്റേഴ്സുകളിൽ നിന്ന് അതല്ലെങ്കിൽ പറയപ്പെട്ട മൊഡ്യൂളുകളിൽ നിന്ന് ഇപ്പൊ ഒന്നാമത്തെ മൊഡ്യൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് നോക്കാം, രണ്ടാമത്തെ മൊഡ്യൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ ഒരു ചാപ്റ്റർ, രണ്ടാമത്തതിൽ 5. ഈ സെപ്പറേറ്റ് 2 കളറായി കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഓരോ മൊഡ്യൂളിനെ ചെയ്യുന്നതാണ്. അതായത് ഈ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ.
മൊഡ്യൂൾ 1 ഒരു ചാപ്റ്ററും ബാക്കി 8ഓളം ചാപ്റ്റർ 8 വരെയുള്ളത് മൊഡ്യൂൾ 2 അത് അങ്ങനെ തന്നെ ഉള്ളത്. അതായത് ഈ ഫസ്റ്റ് നീല കളറിലുള്ള മൊഡ്യൂൾ 1, അതിന്റെ തൊട്ട് താഴെ ഈ ലെസൺ 5 മുതൽ 8 വരെയുള്ളത് മൊഡ്യൂൾ 2, ലെസൺ 10 മുതൽ 11 വരെ വേറൊരു കളറാണല്ലോ, ഒരു ബ്ലൂ കളർ, അത് മൊഡ്യൂള് 3. അടുത്തത് 13 മുതൽ 17 വരെയുള്ള മൊഡ്യൂള് 4, അടുത്ത മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6, അങ്ങനെ ആയിരിക്കും ഇതിൽ മൊഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ടാവാം. ഈ വീഡിയോയിൽ പറയുന്നത് ഓരോ മൊഡ്യൂളിലും എത്ര മാർക്കിന് വീതമാണ് സാധാരണ പരീക്ഷയിൽ വരിക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൊഡ്യൂളുകൾ അതിൽ എല്ലാ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ടല്ലോ, ആ മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓരോ മൊഡ്യൂളിൽ എത്ര മാർക്കിനാണ് സാധാരണ ചോദിക്കുന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ മാർക്കുകൾ വന്ന മൊഡ്യൂള് ഇതിൽ സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഏതിലാണോ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഉദാഹരണത്തിന് ഫസ്റ്റ് മൊഡ്യൂളിൽ 4 മാർക്കിന് വരും എന്നുള്ള ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതിൽ എത്ര ചാപ്റ്ററേ ഉള്ളൂ, ആകെ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മെഷർമെന്റ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഈ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം 4 മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ കിട്ടും. അതിന്റെ ക്ലാസ് നമ്മൾ വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ട 33 മാർക്ക് ഏകദേശം വാങ്ങാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 9 മുതൽ 9, 10, 11 ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ ഇതിന്റെ നോട്ട്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, ഗൈഡ് ബുക്സിൽ നോക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ആ സമയം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ, ഫോട്ടോ എടുത്തിട്ട് സാറേ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മനസ്സിലായില്ല അതൊന്ന് പറഞ്ഞു ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓൺലൈനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് മറുപടി കിട്ടും. ഒരാളും ചോദിക്കാതിരിക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഉഷയൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, സന്തോഷം. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ചോദിച്ച് മനസ്സിലാക്കുക. ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പേജ് നമ്പറും അതുപോലെ ഗൈഡ് ബുക്സ് ആണെങ്കിൽ ഗൈഡ് ബുക്സിന്റെ പേജ് നമ്പറും ആ ഒരു ഫോട്ടോ കൃത്യമായിട്ട് അയച്ചു തരുമ്പോൾ നമുക്ക് എവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ചാപ്റ്ററിന്റെ അടിയിൽ നിന്ന് വോയിസ് ആയിട്ട് കറക്റ്റ് ചോദ്യം മാത്രം വരുമ്പോൾ നമുക്കത് എവിടുന്ന പെട്ടെന്ന് മനസ്സിലാവില്ല. പേജ് നമ്പറും ആ ഒരു ഫോട്ടോയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഈ 19 ചാപ്റ്ററിൽ ഏതൊക്കെ മൊഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ മാർക്കുകൾ വരുന്നത് എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും താഴെ വരുന്ന ലെസൺ 29, 30 അതൊക്കെ 15 മാർക്കിനാണ് സാധാരണ വരാറുള്ളത്. അപ്പൊ അതൊക്കെ അതിന്റെ മാർക്കുകളും കാര്യങ്ങളും നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അതാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് മലയാളമാണ്. മലയാളം പിന്നെ അതിന്റെ ചാപ്റ്റേഴ്സുകൾ അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ 17 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കഥ കവിത കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഒരു എക്സാം കഴിഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ടേബിൾ കണ്ടില്ലേ, ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സാം വരാൻ കുറച്ച് ഡിലേ ഉണ്ടാവും, ഒരു 3-4 ദിവസം ഉണ്ടാവും. ആ ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ നമ്മൾ ടൈം ടേബിൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എക്സാം വരുന്നത് മാത്തമാറ്റിക്സ് വരുന്നത് 4-ാം തീയതിയാണ് വരുന്നത്. ഈ മാത്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് സോഷ്യൽ സയൻസ് വരുന്നത് 11-ാണ്. അപ്പൊ ഈ 4 മുതൽ 5, 9, 6 ഏകദേശം 6 ദിവസം, ഒരാഴ്ചന്റെ അടുത്ത് എന്ത് വരുന്നുണ്ട്, നമ്മൾ അടുത്ത സബ്ജക്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ഈ സോഷ്യൽ സയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ 11, 12 കഴിഞ്ഞ് 13 2 ദിവസമുള്ള ഇംഗ്ലീഷിന്. അപ്പൊ നമ്മൾ ഏകദേശം സോഷ്യൽ സയൻസ് പഠിക്കുക, പിന്നെ ബാക്കി ഇംഗ്ലീഷ് പഠിക്കുക. തൊട്ടടുത്ത് വരുന്നത് നോക്കണം കേട്ടോ, 2 ദിവസം ഗ്യാപ്പ് ഉണ്ട് എന്നിരുന്നാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 12-ാം 13 കഴിഞ്ഞ പിന്നെ തൊട്ടടുത്ത് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 14 വരുന്നുണ്ട്. അപ്പൊ ഗ്യാപ്പുകൾ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഗ്യാപ്പുകൾ വരുന്നുണ്ട് എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, ചാപ്റ്റേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പ് കിട്ടാതെ ഒരു എക്സാം ഇതിൽ കാണുന്നില്ല. സാധാരണ അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഏകദേശം സോഷ്യൽ സയൻസ് ഇംഗ്ലീഷാണ് ഇപ്പൊ 2 ദിവസം മാത്രം വന്നിട്ടുള്ളത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 13 തൊട്ടടുത്ത ദിവസം തന്നെ സയൻസും വരുന്നുണ്ട്, 14-ാമത്തും വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാളം ഈ പാഠങ്ങൾ ജസ്റ്റ് കഥ കവിത വായിക്കുക, അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ വരുന്നത് അറബിയാണ്. അറബി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അറബി സ്റ്റുഡൻസിന് കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അവർക്ക് അറബിയിൽ ഇതിൽ ഗൈഡ് ബുക്ക്, വർക്ക് ബുക്ക് ഉണ്ട്, അതുപോലെ
ചാപ്റ്റേഴ്സ് ഉണ്ട്. അറബിയിലും ഇത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് അറബിക് ക്ലാസ് റൂം ഓപ്പൺ ആക്കുമ്പോൾ കാണാൻ പറ്റും. തൊട്ട് താഴെ അറബിക് ബുക്ക് കിട്ടാത്ത ആളുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രിന്റ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ വർക്ക് ബുക്ക് ഉണ്ട്. അറബിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ചാപ്റ്റേഴ്സിൽ തന്നെ ഈ വർക്ക് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സിന്റെയും വർക്കുകളുള്ള പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഏരിയാസ് ആണ് ഈ വർക്ക് ബുക്കിൽ കൊടുത്തിട്ടില്ലേ. ആ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുക. അതാണ് അറബിക്ക് ചെയ്യേണ്ടത്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ക്ലാസ് റൂമിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. വെറും നിങ്ങൾ ക്ലാസ് റൂമത്തെ ക്ലാസ് മാത്രം കേട്ടിട്ടില്ല, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് രണ്ടെണ്ണം കൂടെ ഇതാക്കുക. അതുപോലെ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ ഏപ്രിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോട്ടോ നമ്മൾ അതിന്റെ ഫോട്ടോ ശേഖരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സബ്ജക്റ്റിൽ കിട്ടാനുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ മലയാളത്തിലുള്ളത് തന്നെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ എക്സാമിന്റെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ഈ ക്ലാസ് റൂമിലോ അപ്ലോഡ് ചെയ്യും. ഗ്രൂപ്പ് വഴി നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കും. ഓക്കെ, അതാണ് അറബിയുടെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നത് മാത്സ് ആണ്. മാത്സ് മാത്രമല്ല ഇനിയുള്ളൂ. മാത്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ട് തോന്നുന്നത് മാത്സ് ആണ്. അതുപോലെ ഈ മാത്സിൽ നമ്മൾ 16 ചാപ്റ്റേഴ്സുകളാണ് ടോട്ടലി നിങ്ങൾ പഠിക്കേണ്ടത്. മാത്സിൽ ഈ 16 ചാപ്റ്റേഴ്സുകളിൽ 4, 5, 6, 7 ഇങ്ങനത്തെ ചാപ്റ്റേഴ്സുകളാണ്. നമ്മൾ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സുകളും എത്ര മാർക്കിനാണ് വരിക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോയിൽ ഓരോ മാർക്ക്, അതാണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത്, ഇൻട്രൊഡക്ഷൻ പറഞ്ഞ വീഡിയോയിൽ പറയുന്നത്. അതിന്റെ തൊട്ട് താഴെ ചാപ്റ്റർ 8, 24, 25, 26, പാർട്ട് 1, പാർട്ട് 2, ചാപ്റ്റർ 20 ഇങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ആ ചാപ്റ്റേഴ്സ് ഏറ്റവും സിമ്പിൾ ആയ ചാപ്റ്റേഴ്സുകളാണ്. രണ്ടാമത് നമുക്ക് പാസ് ഔട്ട് ചെയ്യാൻ വേണ്ട 33 മാർക്കൊക്കെ ഏകദേശം കിട്ടാവുന്ന ചാപ്റ്റേഴ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലുള്ള ചാപ്റ്റേഴ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 1-2 ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് പരമാവധി സ്പീഡ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വരുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലിപ്പോ നൽകിയിട്ടുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കാം. അത് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസ് കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് അവർ നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സായി പോയിട്ടുണ്ട് SSLC. ഓക്കെ, ഇത് മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, ത്രികോണത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ ഈ പലിശയുടെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള ഇപ്പൊ ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ടഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെപ്പാടെ ലോഡാക്കിയിട്ട് നിങ്ങൾക്ക് ആകെ ടഫ് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതന്നെ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്തതാണ്. സെപ്പറേറ്റ് നിങ്ങൾക്ക് സാധാരണ വേറൊരു ടീച്ചറിന്റെ ക്ലാസ്സുകൾ, സാധാരണ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ക്ലാസ്സുകളാണ് കിട്ടേണ്ടിയിരുന്നത്. അത് കൊടുത്തിട്ട് സ്റ്റുഡൻസിന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പാസ് ഔട്ട് ചെയ്യാനുള്ള മാർക്കുകൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? പറഞ്ഞതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടോ? എന്താണ്, ഒന്ന് റിപ്ലൈ തരണേ, വോയിസ് ആയിട്ട് ഒന്ന് റിപ്ലൈ തരണേ കേട്ടോ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എക്സാമിന് നിങ്ങൾ ഒരിക്കലും ടെൻഷനോട് കൂടെ പോകരുത്. എക്സാമിന് ഫ്രീ ആയിട്ട് കൂളായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ പോവുക. എന്തായാലും നമ്മൾ പഠിച്ചത് എത്രയാണോ അത്ര നമ്മൾ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിലും നമുക്ക് എന്തൊക്കെയോ അതിനെക്കുറിച്ച് അറിയും എന്നുള്ള ധാരണ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാസ്സാവും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു. അതായത് എല്ലാ ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ട് ആൻസർ ചെയ്ത, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നല്ലവണ്ണം എനിക്ക് എന്തൊക്കെയോ അറിയും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അറിയും. ഇനി ഒന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യന് പിന്നെ ചോദിച്ചിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വിശദീകരിച്ചാണ് നമ്മളെ വക വിശദീകരിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക, എഴുതാം. ഇനി ഒന്നും എഴുതാൻ പറ്റില്ല, വേറെ ക്വസ്റ്റ്യന്റെ
ആൻസർ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പുറത്ത് കുറച്ച് തിരിച്ചു മറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് പരമാവധി എന്നല്ല എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായിട്ട് ആൻസർ എഴുതിയിരിക്കണം. അത് പരമാവധി എത്രത്തോളം നീട്ടി എഴുതാൻ പറ്റുമോ നമ്മൾ അത്രത്തോളം നീട്ടി എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സ്. അങ്ങനെ നിങ്ങൾ നല്ല മൈൻഡോട് കൂടെ നല്ല സന്തോഷത്തോടു കൂടെ പോവുക. ഇങ്ങനെ തന്നെ ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സായി പോയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരു വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ നല്ലവണ്ണം ഫോക്കസ് ചെയ്യുക. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറഞ്ഞ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവ്യൂ ചെയ്ത് കൃത്യമായിട്ട് ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. എക്സാമിന്റെ ഇടയിൽ മൂന്നാമത് വരുന്നത് ഈ എക്സാമിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുകൾ കിട്ടുന്ന ആ ദിവസം നിർബന്ധമായിട്ടും നിങ്ങൾ കൂടുതലായിട്ട് പരിശ്രമിക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അതിൽ എങ്ങനെയാണ് വരുന്നത് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നാലാമതായിട്ട് നമ്മൾ മോഡൽ എക്സാം നടത്തുന്ന ആ മോഡൽ എക്സാം നിങ്ങൾ എഴുതണം. എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷെ എഴുതിയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവാണ്ട്, അതായത് ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇതോ എല്ലാതും ആൻസർ ചെയ്യാൻ കഴിയുക, ടൈം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ സ്പീഡ് ആക്കേണ്ടതുണ്ട്. 3 മണിക്കൂർ കൊണ്ടാണ് മോഡൽ എക്സാം എഴുതി തീർക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ സ്പീഡ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് എഴുതണം. അതുപോലെ ഇവിടെ ഇന്നതിന്റെ ആൻസർ ഒക്കെ എഴുതണം. ഇങ്ങനെ എഴുതുന്നൊക്കെ ഒരു ഏകദേശം ഐഡിയകളും അതുപോലെ തന്നെ അതിലേറെ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധം കിട്ടുകയും ചെയ്യും. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽ എക്സാം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അഞ്ചാമത് എക്സാമിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ക്ലാസ്സുകൾ. കാരണം എക്സാമിന്റെ ആ ടൈമിൽ ഓടിപ്പോയാൽ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകെ ഒരു പരിഭ്രാന്തി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മളെ ആൻസറിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂളായിട്ട് വളരെ നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മൾ ലേറ്റായി എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലേറ്റായ ടൈം നമുക്ക് വീണ്ടും കിട്ടുന്നതല്ല. ഇപ്പൊ 3 മണിക്കൂർ നടക്കുന്ന എക്സാം 2.5 മണിക്കൂർ നടക്കുന്ന എക്സാം നമ്മൾ ഒരു അരമണിക്കൂർ ലേറ്റായി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂർ നമ്മുടെ ആൻസർ എഴുതുന്ന ടൈമാണ് പോയത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതി പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.